ഇവിടെ വന്നിരിക്കുന്ന ആൾത്തരങ്ങളൊക്കെ അനവധി ഉണ്ടായിരുന്നു. എല്ലാവരോടും തുടച്ചൻ ചോദിച്ചു, തുടച്ചനെ കാണാനോട് എല്ലാവരും പറയാം കേളനെ കാണാൻ വന്നത്. കണ്ടനാറ് കേളനെ കാണാൻ വന്നിട്ടാണ് ഇവിടെ എത്തിയിരുന്നാളെ. കേളനെ വീണ്ടും എല്ലാവർക്കും ഇപ്പോഴും. പക്ഷേ അതൊരു ബുദ്ധിശൂന്യമായിരിക്കുന്ന പ്രവൃത്തി ചെയ്തിരിക്കുന്ന ഒരു ആൾത്തരമായിരുന്നു. 4 ഭാഗത്തും തീയും കൊടുത്തു നല്ലോണം കള്ളും കുടിച്ചിട്ട് അവർക്ക് നിന്നു അല്ലേ. അഗ്നിയും വായും കോപിച്ച ഒരു സമയം. അഗ്നിയും വായും കോപിച്ചാലെന്നുണ്ടാവും. അഗ്നിയും തീയും ഉണ്ടായി അതിന്റെ അകത്ത് വരെ കാറ്റ് പിടിച്ചാലോ. അഗ്നിയും വായും കോപിച്ച ഒരു സമയം അങ്ങോട്ടും ഇങ്ങോട്ടും വായു എഴുതി ഒന്നും തിരിയാതെ കണ്ട് ജീവന് വേണ്ടിയിട്ട് പായുന്ന സമയത്താണ് കരിനെല്ലി മരം കണ്ടിട്ട് എന്റെ മുകളിൽ കയറി. എന്നെക്കാട്ടി പേടിച്ചിട്ടും ഭയപ്പെട്ടിട്ടും ആടിയിരിക്കുന്ന കാളിയനും കരിവേലും 2 സർപ്പത്തന്മാർ. അത് ഇടവാർവിലും പറവാറിലും കൊത്തി അല്ലേ. അത് ഇവരെ പിടിക്കാൻ പറ്റിയാന്ന് ചോദിച്ചിട്ടാണ് അത് പിടിച്ചു. കിടന്നില്ല. അതും സർപ്പം ദംശിച്ചു. 3 ആളും കൂടി അഗ്നിയിൽ വീണ് അഗ്നിയിൽ ലയിച്ചു. അഗ്നിയിൽ ലയിപ്പേതിലിട്ടു. അഗ്നി കരിച്ചു കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു ഇതിനെ. അവിടെ കിടക്കും ഇതിന്. എന്നേരാന്ന് ഞാൻ വരുന്നു. വയനാട്ടിൽ നിന്ന് മലനാട്ടേക്ക് വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ അഗ്നിയിൽ വീണ് കത്തിക്കരിഞ്ഞതുപോലെ കണ്ടിട്ട് ഉരുവും കരുവും അവന്റേതായിരിക്കുന്ന ഉരുവും കരുവും കണ്ടിട്ട് ദൈവികമായിരിക്കുന്ന എന്റെ വില്ലുകൊണ്ട് തട്ടി നോക്കി തങ്ങി. ഞാനിങ്ങനെ തട്ടി നോക്കുമ്പോഴാണ് ജീവൻ വെച്ച് ഇങ്ങനെ അഹല്യക്ക് മോക്ഷം കൊടുത്തത് ശ്രീരാമന്റെ പാദുക സ്പർശത്താലാണ് അല്ലേ. ഓരോന്നിനും ഓരോരോ കർമ്മവിധി തന്നെ ഉണ്ട്. ശ്രീരാമന്റെ പാദുക സ്പർശിച്ചാലല്ലേ അഹല്യക്ക് മോക്ഷം ഉണ്ടാവുള്ളൂ. അതുപോലെ എന്റെ വില്ല് സ്പർശിച്ചാലേ അവന് മോക്ഷം ഉണ്ടാവില്ലേ. ആ വില്ല് മുട്ടിയ സമയത്താണ് ജീവൻ വെച്ചെടുക്കുന്നതാണ് വില്ലും പിടിച്ചിട്ട് എഴുന്നേറ്റ് വന്ന്. കണ്ടതുകൊണ്ട് കണ്ടനാറുകളാന്ന് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്യുന്നുണ്ട്, ഇനി എന്റെ കൂടെ നീ വന്നോ. എന്നിട്ടെന്താ വേണ്ടത്? ഞാൻ ഒരാളെ കൂട്ടിയിട്ട് വരുമ്പോ എന്താ വേണ്ടത്? ഒറ്റക്ക് അനുഭവിക്കാൻ പറ്റുവാ? കുചേലനായിപ്പോയില്ല അന്നേരം അല്ലേ. സഹപാഠിയായിരിക്കുന്ന കൃഷ്ണന് കൊടുക്കാതെ ഒറ്റക്ക് നിന്നതുപോലെ ആയിപ്പോയില്ല. അതുകൊണ്ട് കൂട്ടിയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരത്തോട് പറഞ്ഞു, നീ ആദ്യം കഴിക്കുക, എന്നിട്ട് ഞാൻ കഴിച്ചുകൊണ്ടു. അതുകൊണ്ടാണ് ആദ്യം അതിനും കൊടുത്തു. അതൊക്കെ ഉപദേവന്മാരാണ് കേട്ടുവാ. അതൊക്കെ ഉപദേവന്മാരാണ് അല്ലെ. സ്ഥായി ആരാന്ന് കല്ലാടി, സ്ഥായി ആരാന്ന് കളക്കന്മാരെ. ഞാനാണ് സ്ഥായി ഇവിടെ. ഇതിന്റെ മൂലം, ഇതിൻ്റെതായിരിക്കുന്ന അനുഭവം, ഇതിൻ്റെതായിരിക്കുന്ന നെടുന്തൂണും ഞാൻ തന്നെയാണ്. എന്നിൽ വീതിയിട്ടൊരു ശബ്ദവും എന്നിൽ വീതിയിട്ടൊരു അനുഭവം കൂടിയില്ല.